ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നത് നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളൊരു വാൻജോയും ഒരു ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്തിട്ട് ഒരു 2 ടയർ കേക്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇത് വന്നിട്ട് മൾട്ടി കളറായിരുന്നു കേട്ടോ, ഒരു യൂണിക്കോൺ തീമായിരുന്നു. ഫുൾ കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ബോട്ടം ടയറും മുകളിലത്തെ ടയറും ഒക്കെ ഒരേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കളർ വന്നിട്ട് യെല്ലോ, ബ്ലൂ, പിങ്ക് കേട്ടോ. സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്ക് പലരും ചോദിച്ചായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരേ ലെവലിന് എങ്ങനെയാണ് ഈ കളർ കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കളർ കൊടുക്കുന്നത് കേട്ടോ. ഒരുവിധം ഫിനിഷ് ചെയ്ത് വെച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആ സ്പാച്ചില കൊണ്ട് അവിടെ പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ ചെയ്യുന്ന കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് വളരെ പ്രശ്നമില്ല. അങ്ങനെ വീണ്ടും നമ്മളത് ഫിനിഷ് ചെയ്തൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നല്ല ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ. 2 kg ആണ് പറഞ്ഞ് ചെയ്തു വന്നപ്പോഴത്തേക്കും 3 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളതിനകത്ത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ്, 2 സ്റ്റിക്ക് കട്ടിയുള്ളത്, അത് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ മുകളിലത്തെ കേക്ക് വന്നിട്ട് 5 ഇഞ്ചിലാണ്. ഈ ഇഞ്ച് കണക്കെന്ന് പറയുമ്പോൾ 7.5യും 5ഉം ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ബേസിൽ നിന്ന് ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് എടുത്ത് സ്റ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ തലേക്കും ദിവസം ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം പിറ്റേന്നാണ് നമ്മൾ കേക്ക് എടുത്ത് സ്റ്റാക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ആ ഒന്ന് ഇളക്കി വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എങ്ങും ഇത് തട്ടിയൊന്നും പോവാതെ നമുക്കെടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ആ വലിയ ടിന്നിനകത്തോട്ട് നമ്മൾ ഏത് ടിന്നിലാണോ മുകളിലത്തെ കേക്ക് ചെയ്തത് ആ ഒരു ടിന്നെടുത്തൊന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് കുറച്ച് പല കളറിലെ ഈ പറഞ്ഞ 3 കളറിലെ തന്നെ സ്റ്റാർ ഉണ്ടായിരുന്നു ഫോണ്ടൻ്റെ, കുറച്ച് പ്രിങ്കിൾസൊക്കെ ഇട്ടു. പിന്നെ അങ്ങനെ പേരും ആ ഒരു കളർ തീമിൽ തന്നെയാണ് എഴുതിയത് കേട്ടോ. അപ്പം യൂണിക്കോണും റെയിൻബോയൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തതാണ്, മറ്റേത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. മാഷാഅല്ലാ, അപ്പോൾ അവർ തന്നത് കണക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.